ഇന്ന് നല്ല മഴ കുറവുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി ഇതാ റോഡ് സൈഡിലുള്ള പുല്ലൊക്കെ പറിച്ച് മാറ്റുകയാണ് കേട്ടോ. ഇഴജന്തുക്കളൊക്കെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല എന്നും പറഞ്ഞ്. കൂട്ടിനിതാ അമ്മച്ചിയുടെ പൂച്ചക്കുട്ടിയും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അലക്കിയിട്ട ഡ്രസ്സിൽ ഇങ്ങനെ ഒരു ജീവി വന്നിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാണോ ചീവീട് എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു കേട്ടോ. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കുറേ തുണികളൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നേ. അതെല്ലാം പെറുക്കി വെയിലത്തേക്ക് ഇട്ടു. വെയിലെന്ന് പറയാൻ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ചെറിയൊരു മങ്ങിയ വെയിൽ അത്ര തന്നെ. അങ്ങനെ ഉണങ്ങിയതെടുത്ത് ഞാൻ മാറ്റുന്നുമുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ അടുക്കളയിൽ പൊരിഞ്ഞ പരിപാടിയാണ് കേട്ടോ. അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ട് അച്ഛൻ രാവിലെ തന്നെ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ചെടുത്ത് വറുത്തു. പിന്നെ ഇതാ മുരിങ്ങയിലത്തോരൻ വെച്ചു. ചിരങ്ങ താളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? പിന്നെ ചക്ക ഉണ്ടായിരുന്നേ, അത് കുറച്ച് അവിയൽ വെച്ചു. എല്ലാം കൂടി കൂട്ടി കഴിച്ചേ. കഴിക്കുന്നതിന് മുമ്പ് കൊച്ചിന് ചോറ് കൊടുത്തു കേട്ടോ നന്നായിട്ട്. അവന് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ചക്ക വേവിച്ചത് അധികം എരിവൊന്നും ഇട്ടിട്ടില്ലേ. പിന്നെ ഒരു ചിക്കൻ പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവന് ചോറ് കൊടുക്കണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ വേണം കേട്ടോ. കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇതിലേക്ക് നടന്ന് കുറച്ച് നേരം വേണം ചോറ് കഴിപ്പിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങളും അവൻ്റെ താളത്തിനൊത്തങ്ങ് തുള്ളും കേട്ടോ, കൊച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചോറ് കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണേ ഈയിടെയായിട്ട്. നേരത്തെ ഇതിലും കുഞ്ഞായിരുന്നപ്പോൾ നന്നായിട്ട് കഴിക്കുമായിരുന്നേ. അങ്ങനെ അവനെ കഴിപ്പിച്ച് കിടത്തി ഉറക്കിയതിന് ശേഷം ഞാനും അമ്മയും കഴിച്ചു കേട്ടോ. അച്ഛൻ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചക്ക വേവിച്ചതും ചിരങ്ങ താളിച്ചതും ചിക്കൻ ഫ്രൈയും മുരിങ്ങയിലത്തോരനും കൂട്ടി